ഹായ് ശ്രീസ്വലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് വാഷിങ്ടൺ സ്റ്റേറ്റിലുള്ള സിയാറ്റിലേക്ക് പോവാണ്. അപ്പോൾ അമൂല്യയുടെ കോൺഫറൻസായിട്ട് ബന്ധപ്പെട്ട് പോകണമാണ്. അപ്പോൾ ഒരാഴ്ച ഞാൻ ലീവ് എടുത്തു. അപ്പോൾ അത് കോൺഫറൻസ് ട്രിപ്പാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങണേ. ക്യാമറ ഡേയിലേ ടു നമുക്ക് സിയാറ്റിൽ അടിച്ച് വിളിക്കണ്ടേ? അമൂല്യ വാ, ഇറങ്ങാം. ഇവിടുന്ന് കെൻസസ് സിറ്റിന്ന്, ഞങ്ങളുടെ അടുത്തുള്ള എയർപോർട്ടിൽ നിന്നല്ല ഞങ്ങൾ കയറണേ. അപ്പോൾ കെൻസസ് സിറ്റി വരെ പോകണം. അപ്പോൾ ഇവിടുന്ന് 2 മണിക്കൂർ ട്രാവലുണ്ട്. രാത്രി ഒരു 7:45 ഞങ്ങൾക്ക് ഫ്ലൈറ്റ് അവിടുന്ന് സിയാറ്റിലേക്ക്. അപ്പോൾ ഇപ്പോൾ സമയം 4 മണിയായി. ഇപ്പോൾ ഇറങ്ങി 2 മണിക്കൂർ ഓടിച്ച് അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം ഫ്ലൈറ്റിൽ കയറാൻ. അപ്പോൾ അതിനുവേണ്ടി നേരത്തെ ഇറങ്ങിയേക്കണേ. അപ്പോൾ അത് സമയം വൈകില്ല, ഞങ്ങൾ ഇറങ്ങാണ്. ഞങ്ങളുടെ ഈ ഒരു ബാഗ്, പിന്നെ അത് ഈ ഒരു ബാഗുണ്ട്, പിന്നെ ആമിയുടെ ഒരു ബാഗുണ്ട്. ഇത്രേ ഉള്ളൂ. പിന്നെ അമൂല്യക്കൊരു ബാക്ക് ഉണ്ട്. ഇത്രയുള്ള പരിപാടികൾ. അമൂല്യയുടെ കോൺഫറൻസിൻ്റെ പരിപാടിക്കായിട്ടാണ് ഞങ്ങൾ പോകണേ. അതിനെ ഞങ്ങൾ ടൂറാക്കി മാറ്റിയതാണ്. ഞാൻ കയറാമി. ഇപ്പോൾ ഒരു ബാഗ് കയറി എന്നിട്ട് വെക്കണം. അങ്ങനെ ഞങ്ങൾ മാപ്പ് ഇട്ടു. ഇവിടുന്ന് 2 മണിക്കൂറുണ്ട് എയർപോർട്ടിലേക്ക്. അപ്പൊ അതെ ഞങ്ങൾ ഇറങ്ങാണ്. ആമി അപ്പൊ ഞങ്ങൾക്ക് ഇതിൽ കാണിക്കണത് 6:01 നമ്മൾ എത്തുന്നതാണ്. നമുക്ക് ഫ്ലൈറ്റ് 7:45 അപ്പോൾ അത് ഇനിയുണ്ട് 1 മണിക്കൂർ 45 മിനിറ്റ് ഇനിയുണ്ട്. 124 മൈല് പോകാണ്ട്. വണ്ടി നല്ല സ്പീഡിലാണ് പോകണം. ഇപ്പോൾ 75 മൈലിലാണ് പോണേ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ എത്തിയിട്ട് അമൂല്യക്കും കോൺഫറൻസ് പരിപാടികൾ എല്ലാ ഒരാഴ്ചയാണ് കോൺഫറൻസിൽ. അപ്പോൾ ഫ്രീയുള്ള ടൈമിൽ എങ്ങനെയെങ്കിലും അവിടെ കറങ്ങണം, സിയാറ്റിലൊന്ന് കറങ്ങണം എന്നുള്ളൊരു പരിപാടിയാണ് ഞങ്ങൾക്കുള്ള. പിന്നെ അവിടെ കേരള റെസ്റ്റോറൻ്റ് ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ദൂരമാണ്, പറ്റുമെങ്കിൽ അവിടെ നിന്ന് പോയി ഭക്ഷണം കഴിക്കണം, കേരള ഫുഡ്. സിയാറ്റിൽ ശരിക്കും വാഷിങ്ടൺ സ്റ്റേറ്റിൽ വരുന്ന ഒരു സിറ്റിയാണ് സിയാറ്റിൽ. വാഷിങ്ടൺ ഞാൻ നോക്കുമ്പോൾ ന്യൂയോർക്കിൻ്റെ സൈഡിൽ, അവിടെ ഉള്ളത് വാഷിങ്ടൺ DC ആണ്. അത് വേറെ, അത് ന്യൂയോർക്ക് സൈഡിലുള്ള വാഷിങ്ടൺ അത് യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ ക്യാപിറ്റലാണ്, ഒരു ഫെഡറൽ ടെറിട്ടറിയാണ്. പിന്നെ ഇപ്പൊ നമ്മൾ പോണ സ്ഥലം വാഷിങ്ടൺ സ്റ്റേറ്റ് ആണ്. ഒന്ന് ഈ റൈറ്റ് സൈഡ് ആണെങ്കിൽ ന്യൂയോർക്ക് സൈഡിലാണെങ്കിൽ മറ്റേത് നേരെ ലെഫ്റ്റ് സൈഡിലാണ്, ലെഫ്റ്റ് എൻഡിലാണ്. അവിടെയാണ് വാഷിങ്ടൺ സ്റ്റേറ്റിലെ. അപ്പോൾ അവിടുത്തെ ഒരു സിറ്റിയിലായ സിയാറ്റിലേക്കാണ് ഞങ്ങളിപ്പോൾ പോണേ. ഞങ്ങൾക്ക് ഇവിടുന്ന് 2 മണിക്കൂർ ഞങ്ങളുടെ സെൻട്രൽ ടൈം സോണിൽ നിന്ന് ബാക്കിലാണ് അവര്. പസഫിക് ടൈം സോണാണ് അവിടെ വരുന്നത്. PDTയിലാണ് ഇപ്പൊ അവിടെ ഉള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ 4:44, അപ്പൊ അവിടെ 2:44 ആയിട്ടാവുള്ളൂ ഉച്ചക്ക്. അപ്പൊ ഞങ്ങൾ ഫ്ലൈറ്റില് 7:45 ഇവിടുന്ന് കയറിയിട്ട് അവിടെ എത്തി ഏകദേശം 9:55, രാത്രി 9:55 ഞങ്ങൾ അവിടെ എത്തുക. നോക്കുമ്പോൾ 2 മണിക്കൂർ ഡിഫറൻസ് ഉള്ളു. പക്ഷേ ടൈം സോൺ ചേഞ്ച് ചെയ്തുകൊണ്ട് ടോട്ടൽ ട്രാവൽ 4 അവറുണ്ട്. നമുക്ക് ഫ്ലൈറ്റിൽ 3.5 മണിക്കൂറിന് മേലെ ഫ്ലൈ ചെയ്യാണ്ട്. മെയിനായിട്ട് ഞങ്ങൾക്ക് റൂം ഓൾറെഡി ഹോട്ടൽ റൂം 1 വീക്കിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. മാക്സിമം അവിടെ എന്തൊക്കെയാ കാണാൻ പറ്റുക അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അത് അമൂല്യയുടെ ഈ കോൺഫറൻസിന്റെ ഇടയിലുള്ള ബ്രേക്കുകളിൽ ഇപ്പോൾ അവൾക്ക് ചില ദിവസങ്ങളിൽ പോകണ്ട. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഉദ്ദേശമുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ സിയാറ്റിൽ ട്രിപ്പ്. അപ്പോൾ 1 വീക്കാണ്. അടുത്ത വെള്ളിയാഴ്ച തിരിച്ച് കെൻസാസ് സിറ്റിക്ക് രാത്രി എത്തും ഞങ്ങൾ. ഈ വെള്ളിയാഴ്ച 19 തൊട്ട് 26 തിരിച്ച് കെൻസാസ് സിറ്റിയിലെത്തും ഞങ്ങൾ. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ യാത്രാ പ്ലാൻ. ആദ്യമായിട്ടാണ് അവിടെ റെഡ് കാണുന്നത് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ടോപ്പിക്ക് സിറ്റി കിടന്നിട്ടുള്ളൂ. ജസ്റ്റ് ഇനി 7 മിനിറ്റ് 7.2 മൈല്. ഇപ്പൊ 3 മൈലിൽ നമുക്ക് റൈറ്റ് വരുന്നുണ്ട് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേയ്മെന്റ് 1 വീക്കിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്ഥലത്ത് നിന്ന് ഷട്ടിൽ ബസ്സുകൾ കിട്ടും. ഷട്ടിൽ അവർ സർവീസസ് ഉണ്ട് അവരുടെ. ഷട്ടിൽ സർവീസിലൂടെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോണത്, പാർക്കിംഗ് സ്ലോട്ടിക്ക്. അവിടെയാണ് 3 കാണുന്നത്. റോ 3ലേക്കാണ് നമ്മൾ കൊണ്ടുപോയിക്കണത്. 166 166 വണ്ടി വെച്ചു. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാണ്. ഇത് പ്രീമിയം വണ്ടികൾ, പ്രീമിയം പാർക്കിംഗ് എടുത്തവർക്കുള്ളതാണ് കേട്ടോ ഈ ഷട്ട്, ഈ ഗ്യാരേജ് പോലുള്ളത്. അപ്പോൾ നമ്മൾ എന്താ എടുത്ത് വെച്ചാൽ ചിലപ്പോൾ ഈ ഹെയിലൊക്കെ വന്നാലേ
പ്രശ്നമാണെന്ന് വെച്ചിട്ട് ഒരാഴ്ച മാറിക്കല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് പ്രീമിയം എടുത്തത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. അപ്പം ഞങ്ങളെ പ്രീമിയം സ്ഥലത്ത് നിന്ന് പാർക്കിങ്ങിന് അവിടെ നിന്ന് ഞങ്ങളെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോവാണ്. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി കടന്നോ. അങ്ങനെ നമ്മൾ കൻസാസ് സിറ്റി എയർപോർട്ടിലെത്തി. ആണ് എയർപോർട്ട്. എന്താ ഉണ്ടല്ലോ നമ്മൾ പോയോ. അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. നമ്മൾ ഗേറ്റ് നോക്കി നടക്കുകയാണ്. നമ്മുടെ ഗേറ്റ് A10 ആണ്. അപ്പോൾ ആ വഴിക്ക് നടന്നു നോക്കാം. ഇഷ്ടമല്ലേ? അങ്ങനെ ഞങ്ങൾ ബോർഡിങ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 10A അല്ലേ? നമുക്കിനി ഇവിടുന്ന് എത്തുമ്പോഴേക്ക് 7:45. ഇപ്പോൾ സമയം 7:05 ആയിട്ട്. 7:45 കറക്റ്റ് ടൈമിങ്. അവിടെ 9:55 ഏത് ഫ്ലൈറ്റിലാണ് പോണേ? അലാസ്ക എയർലൈൻസ്. അപ്പം നമ്മളെ അലാസ്ക എയർലൈൻസിലാണ് പോണത്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. ബോർഡിങ് തുടങ്ങി. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. സീറ്റിലിരുന്നു. ഞാൻ ആമിയും അടുത്തടുത്താണ്. അമൂല്യ ഓക്കെ. അങ്ങനെ അമൂല്യ ബാക്ക് സീറ്റിലാണ്, ഞാനും ആമിയും കൂടി അടുത്തടുത്താണ്. എനിക്ക് വിൻഡോ സീറ്റ് ആമീനെ നടുക്കിലിരുത്തി. And secure the mask with the elastic band. Squishmallow. Very eggy. Squishmallow. അത് സണ്ണ്. എനിക്കിവിടെ സണ്ണ് അടിച്ചിട്ട് അവൾ കൂളിംഗ് ഗ്ലാസ് ഇട്ടേക്ക്. നല്ല പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാണ്. ഗേജ് എടുക്കാനുള്ള പോക്കാണ്. ലഗേജിന് എടുക്കണം. ആമിക്കുട്ട ഉറക്കായിരുന്നു അല്ലേ? നമ്മുടെ ഇവിടെയാണ് 9-ലാണെന്ന് പറഞ്ഞേ. ബാഗ് വന്നിട്ടുണ്ടോ നോക്കി നോക്കാം. നമുക്ക് 9-ലാണ്. $65. വണ്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ. യാത്ര തുടങ്ങാണ് ഹോട്ടലിലേക്ക്. ഇവിടെ നല്ല തിരക്കാട്ടാ. കൻസാസിൽ വന്നിട്ടേ ഇവിടെ എല്ലാ ടൈപ്പ് ട്രാഫിക്കും ഉണ്ട്. നല്ല പെട. നാട്ടിലെ ബോംബെയിലും ചെന്നൈയിലുള്ള പോലെ ഉണ്ട്. എന്ത് പെട്ടപ്പെടിക്കണേ വണ്ടിയിലല്ലേ? ഞങ്ങള് ഹോട്ടലിലെത്തി. ഞങ്ങളുടെ നമ്പർ 1014. ഇത് കിംപ്ടൺ വിൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ് സിയാറ്റിൽ. അപ്പോൾ ഞങ്ങൾ 1 വീക്കിന് ഇപ്പോൾ ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ റൂം അറ്റത്താണ്. ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് വെച്ച് കൊണ്ടുവച്ചു. അമൂല്യ ആമയും റൂമിലുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 11 മണി ആവറായിട്ടാണ്. സമയം 11 മണിയായി. ഇതാണ് നമ്മുടെ റൂം. ഇനി ഒരാഴ്ച അത് ഈ റൂമിലാണ്. ഞങ്ങൾ റൂമെത്തി. ചെറിയ റൂമാണ്. ഒരു വലിയ ബെഡുണ്ട്. ആകെ പ്ലെയിൻ കിടന്നു. ഇടി കള്ളി ഭക്ഷണം കഴിക്കണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ടില്ല. വലിയ ലൈറ്റാണുള്ളത് അല്ലേ? ഒരു ബാത്റൂം. നമ്മുടെ ബാത്റൂം സൗകര്യങ്ങളുണ്ട്. എല്ലാം സെറ്റാണ്. എല്ലാം വൃത്തിയുണ്ട്.
ഏത് ലൈറ്റ്? ഈ ലൈറ്റ് നോക്കടി. അടിപൊളി. അവിടെ ആ ലൈറ്റ് ഉണ്ട്, അവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഇങ്ങനെ പെടുന്നുണ്ട്, ഇവിടെ ഇരിക്കാൻ. പിന്നെ അത് ടി വി സെറ്റപ്പ് കാര്യങ്ങൾ. ഇങ്ങനെ ഈ റൂമിൽ വെളിച്ചൊക്കെ ഇട്ടപ്പോൾ അതെ ഇങ്ങനെയാണ് അവസ്ഥ. ഇങ്ങനെ ചെറിയ റൂമാണ്. ഇപ്പം സമയം ഏകദേശം 11:30. ഇനി ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടെ അടുത്തുള്ള. ഇവിടെ എന്താ വെച്ചാൽ ഇന്ത്യൻ കേരള ഫുഡുകൾ കുറേ കണ്ടു. അപ്പോൾ കേരള ഭക്ഷണം തന്നെയാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തേക്കണം. ഇനിയിപ്പോൾ രാത്രി അതൊരു 3/4 മണിക്കൂർ പിടിക്കും. അവർ 12-12:15 എത്തുമ്പോൾ അത് എനിക്ക് കിടക്കുമ്പോൾ 1 മണിയാവും, 1 മണി 1:30 ആവും. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ നാളെ രാവിലെ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിച്ചാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പം ശരി.